എല്ലാവരും ചായ കുടിച്ചു കഴിഞ്ഞില്ലേ? വന്നേ, നമുക്ക് നോക്കാം. നവകേരള ബസ്സിനേക്കാൾ നല്ലത് KSRTC ബസ് എന്ന് മന്ത്രി കെ രാധാകൃഷ്ണൻ. ശബരിമലയിലെ പ്രശ്നങ്ങൾ മനസ്സിലാക്കാൻ പുറപ്പെട്ട മന്ത്രി നിലയ്ക്കൽ പമ്പ റൂട്ടിൽ KSRTC ബസ്സിൽ യാത്ര ചെയ്തപ്പോഴാണ് ഈ അഭിപ്രായങ്ങൾ പങ്കുവച്ചത്. എന്താ ഒരു അഭിനയം! ഭാരത് ഗോപി മാറി നിൽക്കും. ആ ബസ്സിനേക്കാൾ നല്ല യാത്ര ഈ ബസ്സിലാ. ക്ഷമിക്കണം, ഈ സത്യം അറിയാൻ വൈകിയത് കൊണ്ടാണ് എനിക്ക് തെറ്റിദ്ധാരണകൾ ഉണ്ടായത്. ആ ബസ്സിനേക്കാൾ നല്ല യാത്ര ഈ ബസ്സിലാ. KSRTC പറഞ്ഞ എന്താണ്? ദൈവമാണ് ചോറ്, പണ്ടാരച്ചമ്പല ചോറ്, ആർക്ക് വേണമെങ്കിലും കേറി നിറങ്ങാല. അതിലിരിക്കാൻ പ്രയാസമാണ്, എഴുന്നേറ്റ് നടക്കാൻ പ്രയാസമാണ്, എല്ലാം. ഇതില് ഇരിക്കാനും സുഖമാണ്, നടക്കാനും സുഖമാണ്. അനുഭവിക്കും, ഇതിനൊക്കെ അവൻ അനുഭവിക്കും. അവൻ മാത്രമല്ല, അവന് വേണ്ടി നടക്കുന്നവരും അനുഭവിക്കും. അല്ലെങ്കിൽ കണ്ടോ, ആ ബസ് കമ്പയർ ചെയ്യുമ്പോ ഇതാണ് നല്ല ബസ്. ഈ ബസ് ചൂസ് ചെയ്ത് പോയപ്പോഴായിരുന്നു നവകേരള യാത്രയ്ക്ക് നാളുകൾ ചോദിച്ചതെന്ന് പറയും. അത് ഉത്തരം പറ. അത് നീ ഇപ്പൊ ചോദിച്ചതേ ഒരു ആദ്യം ഊണ ആൻസറാ. അത് ഒരു പ്രത്യേക കാര്യത്തിന് വേണ്ടി തെരഞ്ഞെടുത്തതല്ലേ, അപ്പൊ അതിന് പ്രത്യേകത ഉണ്ടാവില്ലേ? നീ എവിടെയെങ്കിലും ഉറച്ചു നിൽക്കടാ നായിന്റെ മോനെ. നമ്മുടെ നവകേരള സദസ് എന്ന് പറയുന്നത് ചരിത്രത്തിലെ ആദ്യമായിട്ടുള്ളൊരു സംഭവമാണ്. ചരിത്രം അറിയോ? ക്ഷമിക്കണം, എനിക്ക് ഈ ചരിത്രം എന്താണെന്ന് അറിയില്ല. ഞാൻ മ്യൂസിയത്തിലേക്ക് വെക്കുമെന്നാ പറയുന്ന ബസ്. എന്തിന്? അത് പിന്നെ ആളുകൾക്ക് സഞ്ചരിക്കാൻ കൊടുത്തൂടെ, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ആവശ്യത്തിന് ഉപയോഗിച്ചൂടെ? എന്തിനാ മ്യൂസിയത്തിൽ വെക്കണം? നമ്മൾ എന്തെങ്കിലും മിണ്ടിയാ പിന്നെ അത് കുഴപ്പമാവും. അതെന്താ അങ്ങനെ? ഒന്നുമില്ലേ. ഈ നിലയ്ക്കൽ പമ്പ ചെയിൻ സർവീസ് എങ്ങനെയാ വന്നപ്പം 50 രൂപ ടിക്കറ്റ് വാങ്ങിയാണ് കൊണ്ടുപോകുന്നത്. പിന്നെ ശരിക്കും 50 രൂപ നമുക്ക് യാത്രക്കാർക്ക് കുറച്ചും കൂടി നന്നായിട്ട് അറിയായിരുന്നു ഈ ചൂടിയുടെ തൊണ്ടേക്കറി കുരുങ്ങി. അത് വിട്, ഞാൻ അർത്ഥം പറഞ്ഞുതരാം. എവിടെയും സ്റ്റോപ്പില്ല, നമ്മൾ കയറി ഇറങ്ങി. അത് പിന്നെ വലിയ രീതിയിലുള്ള ഒരു നഷ്ടമാണ് അല്ലെങ്കിൽ പിടിച്ചുപറിയാണ് എന്നൊന്നും പറയാൻ കഴിയില്ല. ഇനി അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. വരാനുള്ളത് വഴി തങ്ങില്ല.